നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ഒരു ആശ്വാസ വാർത്ത. ഇന്ത്യയിൽ നിന്ന് ബഹ്റിനിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ഇനിയും കുറയാൻ സാധ്യത. കൂടുതൽ വിമാന കമ്പനികൾ സർവീസ് ആരംഭിക്കുകയും തിരക്ക് കുറയുകയും ചെയ്തതോടെ യാത്രക്കാർക്ക് ആശ്വാസത്തിന് വഴിയൊരുങ്ങുകയാണ്. നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഗൾഫ് എയർ, എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് എന്നിവയാണ് കേരളത്തിൽ നിന്ന് ബഹ്റിനിലേക്ക് സർവീസ് നടത്തുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസും ഗൾഫ് എയറും നേരിട്ട് സർവീസ് നടത്തുമ്പോൾ എമിറേറ്റ്സും ഫ്ലൈ ദുബായും ദുബായ് വഴി കണക്ഷൻ സർവീസാണ് നിലവിൽ നടത്തിവരുന്നത്. അതോടൊപ്പം തന്നെ ഫ്ലൈ ദുബായിൽ വരുന്നവർക്ക് ദുബായ് വിസ വേണമെന്ന നിബന്ധന തിരിച്ചടിയായിരുന്നുവെങ്കിലും ഇപ്പോൾ അതും ഒഴിവാക്കിയതായാണ് വിവരം. എമിറേറ്റ്സിന് ആദ്യം മുതൽക്ക് തന്നെ ദുബായ് വിസ ഇല്ലാതെ വരാൻ കഴിയുമായിരുന്നു. എയർ അറേബ്യ 19 മുതൽ കേരളത്തിൽ നിന്ന് കണക്ഷൻ സർവീസ് നടത്തും. ആഴ്ചയിൽ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ഷാർജയിൽ നിന്ന് ബഹ്റിനിലേക്കുള്ള യാത്ര നടത്തുന്നത്. ഈ ദിവസങ്ങളിൽ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് എയർ അറേബ്യ സർവീസ് ഷാർജയിലേക്കുണ്ട്. 100 ദിനാറിനടുത്ത് നിരക്കിൽ ഈ വിമാനത്തിൽ ബഹ്റിനിലെത്താം. അതേസമയം ഷാർജയിൽ 10 മണിക്കൂറോളം കാത്തിരിക്കണം എന്നത് യാത്രക്കാർക്ക് അല്പം പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. എന്നാൽ ബഹ്റിനിൽ നിന്ന് ഈ നാട്ടിലേക്ക് പോകുമ്പോൾ 2 മണിക്കൂറോളം കാത്തിരുന്നാൽ മതി. ഫ്ലൈ ദുബായിക്കും 100 ദിനാറിനടുത്ത് നിരക്കിൽ കേരളത്തിൽ നിന്ന് ബഹ്റിനിലേക്ക് വരാം. ബുധനാഴ്ച എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ കോഴിക്കോട് നിന്ന് 29,992 നിരക്ക് ഏകദേശം 153 ദിനാർ ടിക്കറ്റ് ലഭ്യമായിരുന്നു. 202 ദിനാറിനടുത്ത് നിരക്കുണ്ടായിരുന്ന സ്ഥാനത്താണ് ഒറ്റയടിക്ക് ഇത്രയും കുറഞ്ഞത്. യാത്രക്കാരുടെ നിരക്ക് കുറഞ്ഞതാണ് നിരക്ക് ഈ രീതിയിൽ കുറയാനുള്ള പ്രധാന കാരണം. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജനുവരി മുതലുള്ള ഷെഡ്യൂൾ അടുത്ത ദിവസം തന്നെ വരും. ഇതിൽ നിരക്ക് കുറയുമെന്നാണ് യാത്രക്കാരുടെ പ്രതീക്ഷ. കോഴിക്കോട് നിന്നുള്ള ടിക്കറ്റ് നിരക്ക് ഗൾഫ് എയർ 174 ദിനാറിലേക്ക് നേരത്തെ തന്നെ കുറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.